പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ. ശബരിമല കാനനപാതയിലൂടെയും സന്നിധാനത്തേക്കുള്ള തീർത്ഥാടനത്തിന്റെ തിരക്ക് വർദ്ധിക്കുന്നു. കഴിഞ്ഞ ശബരിമല സീസണേക്കാൾ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയത് ഭക്തർക്ക് അനുഗ്രഹമായി. മണ്ഡലകാലം അടുക്കുന്നതോടെ കൂടുതൽ ഭക്തർ കാനനപാത വഴി തീർത്ഥാടനത്തിന് എത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ശബരിമല പൂങ്കാവനത്തിന്റെ മടിത്തട്ടിലൂടെ കയറ്റിയിറക്കങ്ങൾ താണ്ടി അയ്യപ്പ ദർശനത്തിന് എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന പരമ്പരാഗത കാനന പാതയിലൂടെയുള്ള യാത്ര അനുഭൂതിദായകമാണ്. ദിവസവും ആയിരക്കണക്കിലധികം പേർ ഇവിടെ കാനന പാതയിലൂടെ ശബരിമലയിലെത്തുന്നു. വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്ന് കാൽനട യാത്ര ആരംഭിക്കും. കുത്തനെയുള്ള കയറ്റിയിറക്കങ്ങളുള്ള പാതയിൽ കൂടെ നടന്ന് സന്നിധാനത്തെത്താൻ പലരും 5 മണിക്കൂറിലധികം എടുക്കും. ഉപ്പുപാറ പുല്ലുമേട് വഴിയുള്ള യാത്ര പ്രകൃതിയുടെ വശ്യത ആസ്വദിച്ചുള്ളതിനാൽ ഒട്ടും മടുപ്പും തോന്നാറില്ല. മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് കാനനപാത നവീകരിച്ചത് കാൽനട തീർത്ഥാടനത്തിന് അനുഗ്രഹമായി മാറിയെന്ന് ഭക്തർ പറയുന്നു. ഞങ്ങൾ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നു. ഇന്ന് രാവിലെ സത്രത്തിൽ നിന്ന് കയറിയതാണ്. 9 മണിക്ക് കയറി. ഇപ്പോൾ വൈകിട്ട് 5 മണിയാകുമ്പോൾ സന്നിധാനത്ത് എത്താറായി. കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡാണ്, എന്നിരുന്നാലും കാനനപാത സുഖപ്രദമാണ്. കാനനപാത എന്ന് പറയുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല. ആദ്യത്തെ സംബന്ധിച്ചോളം ഇപ്പം കുറച്ച് ബുദ്ധിമുട്ട് കുറവാണ്. ഇറക്കങ്ങളൊക്കെ ആദ്യം വളരെ കല്ലും ഇതൊക്കെ ആയിട്ട് കൂടുതലായിരുന്നു, ഇപ്പം അതിന് കുറവുണ്ട്. ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള നടപടികൾ വനം വകുപ്പും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. 13 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുതി വിളക്കുകളും കുടിവെള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സത്രത്തിൽ നിന്ന് ഓരോ സംഘത്തിനും ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ടോക്കൺ നൽകിയാണ് കടത്തിവിടുന്നത്. സന്നിധാനത്തിന് സമീപം പണ്ടിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിൽ എത്തുന്നതുവരെ ഓരോ ചെക്ക് പോസ്റ്റും കടക്കുമ്പോൾ ഈ ടോക്കൺ നോക്കി എല്ലാവരും സുരക്ഷിതമായി കടന്നുപോയെന്നും ഉറപ്പാക്കും. ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ സത്രത്തിൽ നിന്ന് ഭക്തരെ കടത്തിവിടൂ. അവസാനം ആളും പോയി കഴിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിന്നാലെ സഞ്ചരിച്ച ഭക്തർ സുരക്ഷിതരായി കടന്നുപോയെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇടുക്കി വിഷൻ ന്യൂസ്, ശബരിമല. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ.